നമസ്കാരം KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രേയ ജോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് തുണച്ചു. മങ്കമ്പം മൂലം പൊങ്ങമ്പ്ര പാടശേഖരത്തിന്റെ പുറംബണ്ട് ബലപ്പെടുത്താൻ 10 ലക്ഷം രൂപ അടിയന്തരമായി നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു പ്രതിഭാഹരി. തൊഴിലുറപ്പ് തൊഴിലാളികൾ സംസ്ഥാന വ്യാപകമായി നടത്തിയ പഞ്ചദിന സത്യാഗ്രഹത്തിന് സമാപനമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തൊഴിലുറപ്പിന്റെ ആരാച്ചാരായി മാറിയെന്ന് കർഷക സംഘം സെക്രട്ടറി PV രാമഭദ്രൻ. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഒറ്റയാൻ സമരം. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോളി തോമസ് നടത്തിയ നിരാഹാര സമരം വിജയം കണ്ടു. വാർത്തകൾ വിശദമായി. മങ്കൊമ്പ് മൂലം പൊങ്ങമ്പ്ര പാടശേഖരത്തെ കൃഷി മുടങ്ങില്ല. പുറംബണ്ട് നിർമ്മിക്കാൻ 10 ലക്ഷം രൂപ അടിയന്തരമായി നൽകുമെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു പ്രതിഭാഹരി. പാടശേഖരം കൺവീനറുടെയും കർഷകരുടെയും സാന്നിധ്യത്തിലാണ് പ്രതിഭ ഇക്കാര്യം പറഞ്ഞത്. ചമ്പക്കുളം കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന മൂലം പൊങ്ങമ്പ്ര പാടശേഖരത്ത് രണ്ടാം കൃഷി നടത്തേണ്ടെന്ന് പാടശേഖര സമിതി തീരുമാനിച്ചിരുന്നു. പാടശേഖരത്തിന്റെ പുറംബണ്ട് ഉയർത്തുവാൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് കർഷകർ കൃഷി ഉപേക്ഷിക്കുവാൻ നിർബന്ധിതരായത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ തെക്കും വടക്കുമായാണ് 225 ഏക്കർ വിസ്തൃതിയുള്ള മൂലം പൊങ്ങമ്പ്ര പാടശേഖരം. കഴിഞ്ഞ രണ്ടാം കൃഷിയും ഇവിടെ മടവീഴ്ചയെ തുടർന്ന് നശിച്ചിരുന്നു. കൊയ്യാൻ 25 ദിവസം മാത്രം അവശേഷിക്കെയാണ് പാടശേഖരത്ത് മട വീണത്. അതിന്റെ ആനുകൂല്യങ്ങൾ പോലും ഇതേവരെ നൽകിയിട്ടില്ലെന്ന് പാടശേഖര സമിതി കൺവീനർ KP പ്രശാന്തും കർഷകരും പറഞ്ഞു. മൂലമംഗമ്പ്ര പാടശേഖരത്തിലെ കഴിഞ്ഞ രണ്ടാം കൃഷി കൊയ്യാനായി 25 ദിവസം കൂടെ ബാക്കിയുള്ളപ്പോഴാണ് ഇതുണ്ടായത്. ഈ വെള്ളപ്പൊക്കം ഉണ്ടായി മുഴുവൻ കൃഷി നശിച്ചു. ഓരോ കൃഷിക്കാരനും ഏക്കറിന് 25,000 രൂപ വീതം മുടക്കിയതാ. ഒരു സഹായവും അതിന്റെ കിട്ടിയിട്ടുമില്ല. ഇപ്രാവശ്യം ആ ബണ്ടും സംരക്ഷിക്കാനുള്ള പണമില്ല. ഈ പാടശേഖരത്തെ കൃഷിയില്ലെങ്കിൽ AC റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടും. നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പരീക്ഷണ പാടമടക്കം സമീപത്തെ വിവിധ പാടശേഖരങ്ങളും താലൂക്ക് ഓഫീസും മറ്റ് അനുബന്ധ സർക്കാർ സ്ഥാപനങ്ങളും വെള്ളത്തിലാവുകയും ചെയ്യും. മാത്രവുമല്ല, പാടശേഖരത്തിന്റെ പുറംബണ്ടിൽ താമസിക്കുന്ന 200ഓളം കുടുംബങ്ങളിലും വെള്ളം കയറുമെന്നും കർഷകർ പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കത്തിന് മൂലമംഗ പാടത്തിന് വെച്ച ബണ്ട് ഇത്തവണ 3 മീറ്റർ റോഡിന് വേണ്ടിയിട്ട് മുഴുവൻ ബണ്ടും വെട്ടിനിരത്തിയിരിക്കുകയാണ്. ഒന്നാമത്തെ കാരണം അതാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ബണ്ട് വെക്കുന്നത്. ആ ബണ്ട് വെട്ടി നിരത്തിയിരിക്കുകയാണ് കംപ്ലീറ്റ്. അപ്പോൾ ഇത്തവണയാണെങ്കിൽ ബണ്ട് വെക്കണമെങ്കിൽ ഒരുപാട് കാശ് വേണം. ഇതിന് കൃഷിക്കാരൻ്റെ ഒന്നും ഉണ്ടാകുകയില്ല. ഒരു കാരണവശാലും ഉണ്ടായില്ല. ഇത്തവണ തന്നെ ഇവിടുത്തെ വിളവ് മോശമാണ്. എന്ത് ചെയ്യാൻ പോകുന്ന കൃഷി ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് പിന്നെ 100 ചില്ലുവാനും കൃഷിക്കാരുണ്ട്. 210 ഏക്കറോളം വരും. 10-200 കുടുംബങ്ങൾ പുറത്താണ് താമസിക്കുന്നത്. അവർക്കൊക്കെ ശൈലിച്ചുണ്ട്. 200 കുടുംബങ്ങൾ അനുഭവിക്കും അത്ര. അപ്പൊ അതിൻ്റെതായ കാര്യങ്ങളിൽ അതുകൂടാതെ നാട്ടുകാർ മൊത്തം ഈ റോഡ് ഇല്ലെങ്കിൽ അങ്ങോട്ട് യാത്ര ചെയ്യാൻ പോലും ഒക്കുകയില്ല. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡെന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തു നിന്ന് വരുന്നു ആലപ്പുഴയ്ക്ക് പോകുന്നു, ചങ്ങനാശ്ശേരിക്ക് പോകുന്നു, നമ്മുടെ സ്തംഭിച്ചു പോകും, ഒറ്റപ്പെട്ടു പോകും, സ്തംഭിച്ചു പോകും. ഇത്തരം വെള്ളമാണ് കഴിഞ്ഞ പ്രാവശ്യവും നമ്മുടെ ഈ റോഡിലുണ്ടായിരുന്നത്. 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചാൽ താൽക്കാലികമായി പുറംബണ്ട് ഉയർത്തി കൃഷി ഇറക്കാമെന്ന് കർഷകർ സമ്മതിച്ചു. രാഷ്ട്രീയം നോക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് ഡിപ്പാർട്ട്മെന്റിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രതികരിക്കണമെന്ന് പ്രതിഭാഹരി കർഷകരോട് പറഞ്ഞു. നമ്മളിപ്പം മാധ്യമങ്ങൾ ഏറ്റെടുത്ത് നിരവധി തവണ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളൊരു വലിയ വിഷയം മൂലം പൊങ്ങമ്പ്രം പാടശേഖരത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചുകൊണ്ട് കുട്ടനാട്ടിനെ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കണം എന്നുള്ളൊരു വലിയ ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് വീണ്ടും അത് ഇഷ്യൂ ആയിരിക്കാം. മൂലം പൊങ്ങമ്പ്രം പാടത്തെ കൃഷിക്കാർ കൃഷി ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു. നമുക്കൊരിക്കലും അത് ഒരു അംഗീകരിക്കാൻ കഴിയുകയോ അല്ലെങ്കിൽ കുട്ടനാടിനെ സംബന്ധിച്ച് കുട്ടനാട്ടിലെ AC റോഡ് ഒരു ചെറിയ വെള്ളം വന്നാൽ തന്നെ മുങ്ങുന്ന AC റോഡ് ഇവിടെ പാടമില്ലെങ്കിൽ ഇവർ ഈ കൃഷി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എത്ര വരൾച്ചയിലാണെങ്കിൽ പോലും കുട്ടനാട്ടിലെ റോഡ് മുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പരിഹാരം കാണണം എന്നുള്ളതുകൊണ്ടാണ് പാടശേഖരത്തിലെ കർഷകരെ ഉൾപ്പെടെ കണ്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കാനാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ കർഷകരോട് സംസാരിച്ചപ്പോൾ ഇവർ പറയുന്നത് 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഇവർക്ക് താൽക്കാലികമായിട്ടൊരു പരിഹാരമെങ്കിലും ചെയ്യാൻ കഴിയുമെന്നാണ്.
അത് പൂർണ്ണമായിട്ട് ഇപ്പോൾ സെക്രട്ടറി അടക്കമുണ്ട്. നമ്മൾക്ക് 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് കൃഷി ഹരിത ജില്ലയെന്നാണ് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത്. വെറുതെയുള്ള വാഗ്ദാനമൊന്നുമല്ല, കൃത്യമായി പറയുന്നത് അതാണെങ്കിൽ പാടം സംരക്ഷിക്കാൻ 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് തന്നാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ വർഷം ഇന്നലെ വികസന സെമിനാർ ആയിരുന്നു, ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇതിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അനാസ്ഥ കാണാതെ പോകാനായിട്ട് കഴിയില്ല. ഇപ്പൊ കുട്ടനാട്ടിലെ ബഹുജനങ്ങൾ കർഷകരുടെയൊക്കെ ഒരു ഇടപെടൽ വേണ്ടതാണ്. കൃഷി ഡിപ്പാർട്ട്മെന്റ് ഭാവന സമ്പൂർണ്ണമായിട്ടായിരിക്കണം കാര്യങ്ങൾ ചെയ്യുന്നത്. അവരെന്താ ചെയ്യുന്നത്? ഇപ്പൊ ചിത്രക്കായലിൽ കൊയ്യാൻ നമ്മളും ഒക്കെ പോയിരുന്നു, അതിനെ ആരും എതിർക്കുന്നില്ല. 200 ഏക്കറിന് 3.25 കോടി കൊടുത്ത് ചിത്ര കൊയ്യാമെങ്കിൽ കേവലം 10 ലക്ഷം രൂപ കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പായിരുന്നു ചിലപ്പോൾ ഒരു 5 ലക്ഷത്തിന് തീരുമായിരുന്നു. ഇപ്പം അന്ന് അത് ഭാവനാപൂർണ്ണം ചെയ്തില്ല. കുട്ടനാട് പാക്കേജിന്റെ ഏറ്റവും വലിയ അപാകതയായിട്ടാണ് ഇത് കാണിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം കൃഷിമന്ത്രി അടക്കം ഈ റോഡിലൂടെ നീന്തി നടന്നപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ചെയ്യാൻ. പക്ഷെ ഇപ്പോഴും കുട്ടനാട് പാക്കേജിൽ ഇത് വെള്ളത്തിലെ വരയായിട്ട് നിൽക്കുകയാണ്. ചിത്തിരക്കായൽ നിലത്തെ 200 ഏക്കറിൽ ഒറ്റ കൃഷി നടത്തുവാൻ സർക്കാർ ചെലവഴിച്ചത് 2.25 കോടി രൂപയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ലെങ്കിലും എന്തുകൊണ്ടാണ് 2 കൃഷി നടത്തുന്ന ഈ പാടശേഖരം സംരക്ഷിക്കുവാൻ 10 ലക്ഷം രൂപ പോലും നൽകാൻ സർക്കാർ തയ്യാറാവാത്തതെന്നും പ്രതിഭ ചോദിച്ചു. മൂലംപൊങ്ങമ്പ്ര പാടശേഖരത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ നിരന്തരം പൊതുശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് KCV ന്യൂസാണെന്നും പ്രതിഭ കൂട്ടിച്ചേർത്തു. കൃഷി നിലച്ചു പോയാൽ നമ്മുടെ അടുത്ത തലമുറ, നമ്മുടെ നാട് ഒക്കെ ഇല്ലാതാവും. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിന്ന് ഇത് കൃഷി ചെയ്യണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുന്നത്. ഇത് കൊണ്ടുവന്ന മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ KCV അടക്കം നിരവധി റിപ്പോർട്ടുകൾ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മളെല്ലാം ആവശ്യപ്പെടുമ്പോഴും ഇത് പരിഹരിക്കാനായിട്ടൊരു ശ്രമം ഇന്ന് കർഷകരുടെ പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്നവരെ നടന്നില്ല എന്നുള്ളത് വേദനാജനകമാണ്. പാവപ്പെട്ടവർക്ക് കുടികിടപ്പ് അവകാശം ലഭിച്ചത് CPIM നടത്തിയ ശക്തമായ പോരാട്ടത്തിലൂടെയാണെന്ന് കർഷക സംഘം കുട്ടനാട് ഏരിയ സെക്രട്ടറി PV രാമഭദ്രൻ. NREG വർക്കേഴ്സ് യൂണിയൻ കാവാലം ഗ്രാമപഞ്ചായത്ത് പടിക്കൽ നടത്തുന്ന സത്യാഗ്രഹ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉചിതമായ സമരം നടത്തിക്കൊണ്ടാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവരെ കുടികിടപ്പ് അവകാശം സംരക്ഷിച്ചു കൊടുക്കുന്നത്. നമ്മളിൽ എത്ര പേർക്ക് ഭൂമി ഉണ്ടായിരുന്നു, കൃഷിഭൂമി ഉണ്ടായിരുന്നു? ഒരു കാലത്ത് 1970 കുട്ടനാട്ടിൽ എത്ര പേർക്ക് കൃഷി ഉണ്ടായിരുന്നു? കുട്ടനാട്ടിലെ കൃഷി മുഴുവൻ കുറേയേറെ ജന്മിമാരുടെ ഒരിക്കന്റെയും ചാലുകളുടെയും സാമിന്റെയും ഒക്കെ അങ്ങനെയുള്ള വലിയ ജന്മിമാരുടെ കയ്യിലായിരുന്നു. നിയമമുണ്ടാക്കി ആ ഭൂമിക്ക് ബന്ധം നിശ്ചയിച്ചു, വലിയ കഴിഞ്ഞ ഭൂമി ഏറ്റെടുത്ത് വിതരണം ചെയ്തു. പാവപ്പെട്ട ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ഉച്ചവും വിതരണം ചെയ്തു. അങ്ങനെ കിട്ടിയ ഭൂമിയിലാണ് ഇന്ന് നമ്മൾ പലരും കൃഷി ചെയ്യുന്നത്. ആ ഭൂമിയിൽ കൃഷി ചെയ്ത് കിട്ടിയ ആദായം കൊണ്ട് അടുത്ത് കിടന്ന ശകലം ഭൂമി കൂടെ വാങ്ങി. അങ്ങനെയാണ് 1 ഏക്കറുകാരൻ, 2 ഏക്കറുകാരൻ, 3 ഏക്കറുകാരനൊക്കെ ആയി മാറിയത്. അങ്ങനെയാണ്. അല്ലാതെ ഈ നാട്ടിലെ നേരത്തെ നമ്മളാരും ജന്മിമാരിലായിരുന്നു. 57 അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തുടങ്ങി വെച്ച ആ നിയമം 67 വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിൽ പാവപ്പെട്ടത് ഭൂമിയില്ലാത്ത പാവപ്പെട്ടവരെ ഭൂമി കൊടുത്തുകൊണ്ട് ആ തുടക്കം കുറിച്ച ആര്യത്തെ വിപ്ലവമുണ്ടല്ലോ, ആ മാറ്റമാണ് ഇന്ന് നമ്മൾ കാണുന്ന കേരളമായി കേരളത്തെ മാറ്റിയത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്ര സർക്കാരും അതിന് സഹായകരമായ നിലപാടുകൾ സംസ്ഥാന സർക്കാരും സ്വീകരിക്കുകയാണെന്നും PV രാമഭദ്രൻ ആരോപിച്ചു. MK ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KK സാബു, ശോഭന ഉദയകുമാർ, ഷാജി മുകുന്ദദാസ്, തങ്കച്ചി ഗോപിനാഥ്, മോളമ്മ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ പുളുങ്ങുന്ന ഗ്രാമപഞ്ചായത്ത് പടിക്കൽ നടന്നുവന്ന സമരം NP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. N ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. AG ഷാജി, PK കമലാസനൻ, VK വേണുഗോപാൽ, ശോഭാ ബാബു എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനം 200 ആക്കുക, പ്രതിദിന വേതനം 320 രൂപയായി വർദ്ധിപ്പിക്കുക, തൊഴിൽ സമയം രാവിലെ 9 മുതൽ 4 വരെയാക്കുക, വേതനം യഥാസമയം വിതരണം ചെയ്യുക തുടങ്ങി നിരവധി ആവശ്യങ്ങളും ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചിരുന്നത്. തിരുവല്ല അമ്പലപ്പുഴ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോളി തോമസിന് പിന്തുണയുമായി എടത്വ വില്ലേജ് ഓഫീസ് പടിക്കലേക്ക് ജനകീയ സമരസമിതിയുടെ മാർച്ച്. അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ അടിയന്തര പരിഹാരം കാണുമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് പോളി തോമസ് നടത്തിയ നിരാഹാര സമരം പിൻവലിച്ചു. ജനകീയ സമരസമിതി നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം നടത്തിയപ്പോൾ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ ഉറപ്പ് പാലിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എടത്വ തകഴി റോഡിൽ വാഹനങ്ങൾ കുഴിയിൽ വീഴുന്നതും തുടർന്ന് അപകടം സംഭവിക്കുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. റോഡ് സഞ്ചാരയോഗ്യമാക്കാതെ അധികാരികളുടെ വാഗ്ദാനവും ഉറപ്പും വിശ്വസിച്ച് സമരം പിൻവലിക്കില്ലെന്നും ജേക്കബ് എബ്രഹാം കൂട്ടിച്ചേർത്തു. ജില്ലാ കളക്ടർ സമരവേദിയിൽ വെച്ച് തന്നെ ഞങ്ങളെ വിളിക്കുകയും ശ്രീ പോളി തോമസുമായിട്ടും ജനോടുമൊക്കെ സംസാരിക്കുകയും ഏറ്റവും അടിയന്തരമായി തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കളക്ടറുടെ ചേംബറിൽ വെച്ച് PWD ഉദ്യോഗസ്ഥന്മാരെയും
അതുപോലെ തന്നെ കരുമാടിയിലേക്കുള്ള പൈപ്പ് ലൈൻ കുഴിക്കുന്ന യൂണിസ്പാറ്റിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും അതിന്റെ കരാറുകാരനെയും വിളിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചു കൊള്ളാമെന്നുള്ള നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അന്ന് അവിടെ ഉപരോധ സമരം അവസാനിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ബഹുമാനപ്പെട്ട കളക്ടർ അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തിനുള്ളിൽ കളക്ടറുടെ ചേംബറിൽ വെച്ച് ഞങ്ങളെ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെയും PWDയും വാട്ടർ ഉദ്യോഗസ്ഥന്മാരുടെയും സംയുക്ത യോഗം കരാറുകാരുടെ സാന്നിധ്യത്തിൽ വിളിച്ചുകൂട്ടിക്കൊണ്ട് വിശദമായ ചർച്ച നടത്തുകയുണ്ട്. അവിടുത്തെ ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ സ്ഥിതി എത്രയോ ശോചനീയമാണെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ബോധ്യമുള്ളതാണ്. ജോജി കരിക്കമ്പള്ളി, OB ആന്റണി, ജോസഫ് ആന്റണി, KV മാത്യു, ഷാജി തോട്ടുകടവിൽ, ഓമനക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ജനകീയ സമരസമിതിയുടെ 3ാം ഘട്ട സമരത്തിന്റെ ഭാഗമായാണ് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. തുടർന്ന് PWD എഞ്ചിനീയർ അടക്കം വില്ലേജ് ഓഫീസിലെത്തുകയും സമരാനുകൂലികളും ജനപ്രതിനിധികളുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ യന്ത്രസാമഗ്രികൾ എത്തിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. റോഡ് നിർമ്മാണം ആരംഭിച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി പോളി തോമസ് അനുഷ്ഠിച്ച നിരാഹാര സമരം നാരങ്ങാ നീര് കുടിച്ച് അവസാനിപ്പിച്ചു. ചങ്ങനാശ്ശേരി നഗരസഭയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ 23 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായെന്ന് നഗരസഭാ അധ്യക്ഷ കൃഷ്ണകുമാരി രാജശേഖരൻ. KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അവർ. ബസ് സ്റ്റാൻഡിൽ നിലവിലുള്ള കാത്തിരിപ്പ് കേന്ദ്രം പഴകി ദ്രവിച്ച നിലയിലാണ്. ഇത് പൂർണ്ണമായും പൊളിച്ചു നീക്കം ചെയ്തുകൊണ്ട് ബസ് ടെർമിനൽ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് മാറ്റി നിർമ്മിക്കുന്നതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. പോലീസ് ഹെഡ് പോസ്റ്റ്, എൻക്വയറി കൗണ്ടർ ഇവയോടൊപ്പം ശോചനാലയങ്ങളും നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും കൃഷ്ണകുമാരി രാജശേഖരൻ പറഞ്ഞു. നഗരസഭയുടെ വാടൂർ റോഡ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന 1ാം നമ്പർ ബസ് സ്റ്റാൻഡ് 23 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നവീകരിക്കുകയാണ്. നിലവിലുണ്ടായിരുന്ന വെയിറ്റിംഗ് ഷെഡ് പഴകി അപകടസ്ഥിതിയിലായിരുന്നു. അതുപോലെ തന്നെ ബസ് ടെർമിനൽ ഉണ്ടായിരുന്നു. ആ ബസ് ടെർമിനൽ ഇരുന്ന സ്ഥാനത്തേക്ക് വെയിറ്റിംഗ് ഷെഡ് ക്രമീകരിക്കുന്നു. ആധുനിക സംവിധാനത്തോടു കൂടിയ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുമ്പോൾ യാത്രക്കാർക്ക് സൗകര്യപ്രദമായി അവിടെ ഇരിക്കുന്നതിനാവശ്യമായ ഇരിപ്പിടം അടക്കമുള്ള വെയിറ്റിംഗ് ഷെഡും അതോടൊപ്പം തന്നെ പോലീസ് ഹെഡ് പോസ്റ്റും എൻക്വയറി കൗണ്ടറും അവിടെ ക്രമീകരിക്കുന്നുണ്ട്. യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് നഗരസഭ ഇത്തരം ഒരു കർമ്മ പദ്ധതിയുമായി മുമ്പോട്ട് വന്നിരിക്കുന്നത്. അതിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി കംഫർട്ട് സ്റ്റേഷൻ നിലവിലുണ്ട്. എന്നാൽ അത് കുറെ കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് 10 ലക്ഷം രൂപയോളം മുടക്കിക്കൊണ്ട് കംഫർട്ട് സ്റ്റേഷൻ ക്രമീകരിക്കുന്നതിനാവശ്യമായ സംവിധാനവും നഗരസഭ ഏറ്റെടുത്തിട്ടുണ്ട്. നികുതി വർധനവ് പിൻവലിക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPM നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴയിൽ തദ്ദേശ സ്വയംഭരണ ഓഫീസുകളിലേക്കാണ് മാർച്ച് നടത്തിയത്. നഗരചത്തുരത്തിൽ നിന്നും മാർച്ച് ആരംഭിച്ചു. തുടർന്ന് നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന ധർണ G. സുധാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം വിലകൾ എവിടെയാണ് വർദ്ധിച്ചതെന്നും ഇവിടെ സന്നിധരായിരിക്കുന്ന ഓരോ സഹോദരിക്കും വേണ്ടതില്ല വിലകളിപ്പോൾ എത്രമാത്രം ഉയർത്തിരിക്കുകയാണ്. വിലക്കയറ്റം തടയാൻ യാതൊരു നടപടിയും ഈ ഗവൺമെന്റ് സ്വീകരിച്ചു. മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ഷീല ജെയിംസ് അധ്യക്ഷയായി. നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ഡയാന മാസഡോ, CPM ആലപ്പുഴ ഏരിയ സെക്രട്ടറി VB അശോകൻ, VG വിഷ്ണു, ശിശുപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. മാറ്റത്തിനും പോരാട്ടത്തിനും മതേതര യുവത്വം എന്ന മുദ്രാവാക്യമുയർത്തി യൂത്ത് കോൺഗ്രസ് കുട്ടനാട് അസംബ്ലി സമ്മേളനം ശനിയാഴ്ച നടക്കും. ശനിയാഴ്ച വൈകുന്നേരം കിടങ്ങറയിൽ നടക്കുന്ന സമ്മേളനം കൊടുക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സജി ജോസഫ് പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിനും UDF ഗവൺമെന്റിനെതിരെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രാഷ്ട്രീയ സമര നാടകങ്ങൾ വിശദീകരിക്കുന്നതിനും വേണ്ടിയാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മാറ്റത്തിനും പോരാട്ടത്തിനും മതേതര യുവത്വം എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് കോൺഗ്രസ് കുട്ടനാട് അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ കിടങ്ങറ ജംഗ്ഷനിൽ വെച്ച് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. 3 മണിക്ക് പതാക ഉയർത്തി അതിനോടനുബന്ധിച്ച് കുട്ടനാട്ടിലെ മുഴുവൻ യുവജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം നടത്തി അതിനോടനുബന്ധിച്ചാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ്
കേരളത്തിൽ നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും BJP അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാഷ്ട്രീയ സമര നാടകങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യവും കൂടി ഈ സമ്മേളനത്തിനുണ്ട്. AICC മെമ്പർ രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യ പ്രഭാഷണം നടത്തും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR മഹേഷ് മുഖ്യാതിഥിയായിരിക്കും. ബെൻസൺ ജോസഫ്, ഉല്ലാസ് B കൃഷ്ണൻ, തോമസ് PS, രാജേഷ് ശിവാനന്ദൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും. കുട്ടനാട് ഫാമേഴ്സ് ക്ലബും ചമ്പക്കുളം SBT പമ്പ സോഷ്യൽ സർക്കിൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച രാവിലെ 8:30 നെടുമുടി കൊട്ടാരം ദേവസ്വം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് ഡോക്ടർ K ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കൈനഗിരി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും തൊഴിൽ രഹിതർക്കുള്ള വേതനം ശനിയാഴ്ച പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് വിതരണം ചെയ്യുന്നു. ഗുണഭോക്താക്കൾ റേഷൻ കാർഡ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, സാധുവായ എംപ്ലോയ്മെന്റ് കാർഡ് എന്നിവയുമായി എത്തി വേതനം കൈപ്പറ്റണമെന്ന് കൈനഗിരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. റവന്യൂ വകുപ്പിലെ തസ്തികകൾ വെട്ടിക്കുറയ്ക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ നേതൃത്വത്തിൽ ധർണ നടത്തി. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലാണ് സമരം നടന്നത്. KRDSA ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ ധർണ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PB മധു ഉദ്ഘാടനം ചെയ്തു. അവിടെ പണിയെടുക്കുന്ന ജീവനക്കാരന് കൃത്യമായി ശമ്പളം കിട്ടുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. നമുക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകളായി ഈ താൽക്കാലിക ഓഫീസുകളിലെ ജീവനക്കാരന് ശമ്പളം കിട്ടുവാൻ എത്രയോ പ്രക്ഷോഭമാണ് ജോയിന്റ് കൌൺസിലും KRDSAയും ഏറ്റെടുത്ത് നടത്തേണ്ടി വന്നത്. പലപ്പോഴും 5-6 മാസത്തേക്ക് താൽക്കാലികമായി ശമ്പളം കൊടുക്കുവാനുള്ള തീരുമാനം സർക്കാരിന്റെ കയ്യിൽ നിന്നുണ്ടാകുന്നു. അത് കഴിയുമ്പോൾ വീണ്ടും 2-3-4 മാസം ശമ്പളം കിട്ടാത്ത അവസ്ഥ ആ ഓഫീസുകളിൽ പണിയെടുക്കുന്ന ജീവനക്കാർക്കുണ്ടാകുന്നു. അതല്ലേ വസ്തുത? അവരൊക്കെ തന്നെ റവന്യൂ വകുപ്പിൽ മറ്റു ജീവനക്കാർ സ്ഥിരമായി ശമ്പളം കിട്ടുന്ന ജീവനക്കാരെ പോലെ തന്നെ ടെസ്റ്റ് എഴുതി നിയമനം കിട്ടി വന്നവരാ. അവർ താൽക്കാലികമായി അംഗീകാരമില്ലാത്ത ഓഫീസുകൾ ആ പോസ്റ്റുകളിൽ ഇരിക്കുന്നു എന്നുകൊണ്ട് അവർക്ക് ശമ്പളം കിട്ടാത്ത സാഹചര്യം കേരളത്തിൽ എത്രയോ നാളുകളായി നിലനിൽക്കുന്നു. ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി PS സന്തോഷ് കുമാർ,
എസ് സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരുടെ യോഗം നടന്നു. ആലപ്പുഴ റബീസ് ഹൈറ്റ്സിൽ നടന്ന യോഗം ജില്ലാ കളക്ടർ എൻ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. കലാക്ഷേത്ര എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തുടങ്ങിയായിരുന്നു. അതിപ്പോഴും ഉണ്ടോ എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ ഇതേ ഈ ലെവലിൽ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. കരിയർ ഗൈഡൻസ് പോലെ കലാക്ഷേത്ര ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ റെമഡിയൽ കോച്ചിങ് ഞാൻ പണ്ടും പറയുമായിരുന്നു. റെമഡിയൽ കോച്ചിങ് അന്ന് ഞങ്ങൾ തുടങ്ങിയ അത് പിന്നെ അങ്ങ് ഡ്രോപ്പ് ചെയ്തെന്നാണ്. അതും ഒരു നല്ല സ്കീമായിരുന്നു, പക്ഷെ അതും റെമഡിയൽ കോച്ചിങ് ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഒരു ഭാരത് ദർശൻ ഉണ്ടായിരുന്നു, അത് പിന്നെ ഡ്രോപ്പ് ചെയ്തെന്ന് തോന്നുന്നു. ഈ ഭാരത് ദർശനൊക്കെ അത് കഴിഞ്ഞ് പല യൂണിവേഴ്സിറ്റീസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അന്ന് നമ്മളാണ് ആദ്യം, ഞാനിരുന്ന സമയത്താണ് ആദ്യം ഇങ്ങനെ ഭാരത് ദർശൻ തുടങ്ങി. 2 അധ്യാപകരെ എവിടുന്നാണെന്ന് അറിഞ്ഞൂടെ, ഞാനത് മറന്നുപോയി. 2 അധ്യാപകരെയൊക്കെ നമ്മൾ വിട്ടു, പ്രസിഡന്റിനെ കാണാനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്തു. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ പി എ സാജുദ്ദീൻ അധ്യക്ഷനായി. ഡോക്ടർ അസീം മുഖ്യപ്രഭാഷണം നടത്തി. ടി ഉഷ, സലാഹുദ്ദീൻ, എ സലാം തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സിനിമാ സീരിയൽ താരങ്ങളുടെ സ്റ്റേജ് ഷോ സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 19-നാണ് ദയ 2015 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സ്റ്റേജ് ഷോ ആലപ്പുഴ EMS സ്റ്റേഡിയത്തിലാണ് നടക്കുക. സ്റ്റേജ് ഷോയിൽ നിന്നും ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ആലപ്പുഴയിൽ അനാഥമന്ദിരം നിർമ്മിക്കുവാനാണ് തീരുമാനമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏറ്റവും അവസാനമായി നമ്മൾക്കെല്ലാവർക്കും അറിയാം, കോഴിക്കോട് ശോഭ ഡെവലപ്പേഴ്സിൻ്റെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിൻ്റെ പദം. അതിൽ ഇതുപോലുള്ള ഒരു ഇടപെടലും മറ്റുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ പോലും ഈ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ പ്രവർത്തനക്കാർ അവിടെ എത്തുകയും അന്നത്തെ ദിവസം അവിടെ ഹോം മിനിസ്റ്റർ എത്തിയതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ നിവേദനം അദ്ദേഹത്തിന് കൊടുക്കുവാനും കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജോസ് ജോൺ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ നിശാന്തിനി IPSന്റെ അന്വേഷണത്തിലാണ് ഇപ്പോൾ ആ കേസ് നന്നായിട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതുപോലുള്ള ഒട്ടനവധി വിഷയങ്ങളിലാണ്. അതുപോലെ DK രവി IASകാരനെ കർണാടകയിൽ കൊല ചെയ്ത സാഹചര്യത്തിലും ഇതുപോലെ CBI അന്വേഷണം വെക്കണമെന്ന് ആവശ്യപ്പെട്ടതും ശക്തമായിട്ടുള്ള ഈ സംഘടനയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തൽപരരായ സുരേഷ് ഗോപി, മുകേഷ്, സുരാജ് വെഞ്ഞാറമൂട്, ഫാസിൽ, മേജർ രവി, ശ്വേത മേനോൻ തുടങ്ങിയവർ ഷോയിൽ അണിനിരക്കും. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ പ്രകാശ് ചെന്നിത്തല, PD ആചാരി, ലംബോദരൻ വയലാർ, പ്രൊഫസർ കോഴിശ്ശേരി, ജോസുകുട്ടി ജോസഫ്, PE ഷാജി, MVG നായർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ടങ്ങരി സ്കൂളിന് സമീപം നിരോധിത പുകയില ഉൽപ്പന്നം വിറ്റതിന്റെ പേരിൽ അമിച്ചഗിരി ജോസഫ് ചാക്കോയെ നെടുമുടി പോലീസ് അറസ്റ്റ് ചെയ്തു. 120 പാക്കറ്റ് ഹാൻസ് ജോസഫ് ചാക്കോയിൽ നിന്നും പിടിച്ചെടുത്തു. ജോസഫ് ചാക്കോയെ ഇതിനു മുമ്പും നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തിയതിന്റെ പേരിൽ നെടുമുടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കണ്ടങ്കരി പ്രദേശത്തെ സ്കൂൾ കുട്ടികൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് കുട്ടികളെ വിശദമായി ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് പ്രോഗ്രാം അനുസരിച്ച് ഞങ്ങൾ ഇന്ന് സ്കൂളിന്റെ പരിസരത്ത് പെട്രോൾ ഡ്യൂട്ടി നടത്തി വരുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിയുടെ ഒരു ഹാൻസ് കിട്ടി. ആ ഹാൻസ് എവിടെ നിന്ന് കിട്ടുന്ന വെച്ചനുസരിച്ച് അമിച്ചേരിയിലൊരു വീട്ടിൽ നിന്ന് കിട്ടി വാങ്ങിച്ചാണെന്ന് പറഞ്ഞാൽ ആ കട നമ്മളെത്തി. കടയും പരിസരവും വീടും ഒക്കെ റെയ്ഡ് ചെയ്ത കൂട്ടത്തിൽ 250ഓളം ഹാൻസ്, നിരോധിത ഹാൻസ് പിടികൂടി. പ്രതി അറസ്റ്റ് ജോസഫ് ചാക്കോ, കല്ലുവരിക്കുള്ള ജോസഫ് ചാക്കോ എന്ന ആൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 250ഓളം ഹാൻസ് നമ്മൾ പിടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇയാളെ നേരത്തെ ഞാനൊന്ന് പിടിച്ചിട്ട് കേസെടുത്തിട്ടുള്ളതാണ്. അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ അയാൾ കേസെടുക്കുന്നത്. അപ്പം പൂർണ്ണമായിട്ടും ഈ കുട്ടികൾക്ക് 10, 16, 15 വയസ്സൊക്കെയുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കൊടുത്തത് അവരുടെ ഭാവി നശിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ബിസിനസ്സാണ് ഇതിലേക്ക് നമ്മൾ കുറേ നാളുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിടിക്കാനാണ്. വളരെ ബുദ്ധിമുട്ട് അയാൾ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി അത് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ പരിസരത്തെല്ലാം ഞങ്ങൾ ധാരാളം റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള റെയ്ഡ് തുടർന്ന് ഞങ്ങൾ നടത്തും. കൂടുതൽ കേസുകൾ പിടിക്കും. തുടർന്ന് ജോസഫ് ചാക്കോയുടെ കടയിൽ പോലീസ് റെയ്ഡ് നടത്തി. കടയിൽ നിന്ന് 10 പാക്കറ്റ് ഹാൻസും ബാക്കി 110 കവറുകൾ കടയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും മണ്ണിനടിയിൽ കുഴിച്ചിട്ട നിലയിലും കണ്ടെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് തുണച്ചു. മങ്കമ്പ മൂലം പൊങ്ങമ്പ്ര പാടശേഖരത്തിന്റെ പുറംബണ്ട് ബലപ്പെടുത്താൻ 10 ലക്ഷം രൂപ അടിയന്തരമായി നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു പ്രതിഭാഹരി.
തൊഴിലുറപ്പ് തൊഴിലാളികൾ സംസ്ഥാന വ്യാപകമായി നടത്തിയ പഞ്ചദിന സത്യാഗ്രഹത്തിന് സമാപനമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തൊഴിലുറപ്പിന്റെ ആരാധകരായി മാറിയെന്ന് കർഷക സംഘം സെക്രട്ടറി PV രാമഭദ്രൻ. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഒറ്റയാൻ സമരം. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോളി തോമസ് നടത്തിയ നിരാഹാര സമരം വിജയം കണ്ടു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.